ഒടുവിൽ ആ ദുഃഖവാർത്ത ഇറാൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ഇറാനിൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 86-കാരനായ ഖമേനി കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒടുവിൽ ഇറാൻ തന്നെ ഔദ്യോഗികമായി ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഖമേനി കൊല്ലപ്പെട്ടെന്ന് സമൂഹ മാധ്യമമായ ട്രൂ സോഷ്യലിലാണ് ട്രംപ് കുറിച്ചത്. US ഇസ്രായേൽ ഇന്റലിജൻസിനെ മറികടക്കാൻ ഖമേനിക്ക് സാധിച്ചില്ലെന്ന് ട്രംപ് കുറിച്ചു. ഖമേനിയെ മാത്രമല്ല, ഇറാനിലെ സുപ്രധാന നേതാക്കൾ കൂടി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ട്രംപിൻ്റെ അവകാശവാദത്തിന് തൊട്ടു പിന്നാലെ ആയത്തുള്ള ഖമേനിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ഇതോടെ ഖമേനി ജീവനോടെ ഉണ്ടെന്ന അഭ്യൂഹങ്ങൾ പരന്നു. പിന്നാലെ ഇറാൻ ഔദ്യോഗികമായി ഖമേനിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖമേനി ശനിയാഴ്ച പുലർച്ചെ ഓഫീസിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ കൊല്ലപ്പെട്ടതായി ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ഖമേനിയുടെ മകളും മരുമകനും കൊച്ചുമകനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാനെത്തി. ഇസ്രായേലിനെതിരെയും മിഡിൽ ഈസ്റ്റിലെ US-ൻ്റെ താവളങ്ങൾക്ക് നേരെയും ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈന്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണത്തിന് ഒരുങ്ങുകയാണെന്ന പ്രഖ്യാപനവും ഇറാൻ നടത്തി. ഉടൻ സൈനിക നടപടികൾ തുടങ്ങുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഖമേനിയുടെ വധം വലിയ ക്രൈമാണെന്നാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ പറഞ്ഞത്. തക്കതായ മറുപടി നൽകുമെന്നും പ്രസിഡന്റിൻ്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഈ വലിയ കുറ്റകൃത്യത്തിന് ഉചിതമായ മറുപടി ലഭിക്കും. ഖമേനിയുടെ രക്തം കുതിച്ചൊഴുകുന്ന അരുവി പോലെ ഒഴുകുമെന്നും അത് US സയനിസ്റ്റ് അടിച്ചമർത്തലുകളെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ പശ്ചാത്താപിക്കേണ്ടി വരുമെന്നും പെസഷ്കിയൻ മുന്നറിയിപ്പ് നൽകി. അതിനിടെ US-ഉം ഇസ്രായേലും നടത്തുന്ന സംയുക്ത സൈനിക നീക്കത്തിനെതിരെ അതിശക്തമായ നിലപാടാണ് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ കൗൺസിൽ ഉടൻ വിളിച്ചു ചേർക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തരുതെന്നും റഷ്യ ആവശ്യപ്പെട്ടു. നയതന്ത്ര ശ്രമങ്ങളെ പാടെ ഉപേക്ഷിക്കുകയാണ് US-ഉം ട്രംപുമെന്നും റഷ്യ കുറ്റപ്പെടുത്തി. US-ൻ്റെയും ട്രംപിൻ്റെയും യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് കുറ്റപ്പെടുത്തി. മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്നതാണ് ഇസ്രായേലിൻ്റെ നടപടികൾ. സംഭവങ്ങളെ അന്താരാഷ്ട്ര സമൂഹം ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.